ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തേത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഹെയർ ബാൻഡിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഹെയർ ബാൻഡ് തയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. തുണി ഏതായാലും കുഴപ്പമില്ല, പോളിസ്റ്റർ ആണെങ്കിലും ക്രീപ്പ് ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്താൽ മതി. ഇതിൻ്റെ ടോട്ടൽ നീളം 24 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഹെയർ ബാൻഡ് തയ്ക്കാനായിട്ട് എത്ര ഇഞ്ച് നീളത്തിലാണ് വേണ്ടതെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. എൻ്റെ മോളുടെ ഹെയർ ബാൻഡ് ഇടുന്ന അവിടുത്തെ ചുറ്റളവ് 19 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഹെയർ ബാൻഡിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ചാണ് ടോട്ടൽ തയ്യൽ തുമ്പ് അടക്കം ഹെയർ ബാൻഡിൻ്റെ വീതി എടുക്കുന്നത്. 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്ക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ 1 ഇഞ്ചിൻ്റെ ആണ് ഇലാസ്റ്റിക് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് തുണിയുടെ വീതി കൂട്ടിയെടുക്കുക. ഹെയർ ബാൻഡിൻ്റെ നീളം നിങ്ങളുടെ കുട്ടികൾ ഹെയർ ബാൻഡ് എവിടെയാണോ ഇടുന്നത് അവിടെ ടാപ്പ് ചുറ്റി പിടിച്ച് വെച്ചിട്ട് നോക്കുക എത്രയാണ് കിട്ടുന്നതെന്ന്. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടിയിട്ട് തുണിയുടെ നീളം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്യാം. ഇലാസ്റ്റിക് ഞാനിപ്പോൾ ടോട്ടൽ 19 ഇഞ്ച് എന്ന് പറഞ്ഞില്ല, അപ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ട് 18 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്ത് എടുക്കുന്നത്. തയ്യൽ തുമ്പ് അടക്കമാണ് 18 ഇഞ്ച്. ഹെയർ ബാൻഡ് ഇടുന്ന അവിടുത്തെ ചുറ്റളവിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണി ഇതുപോലെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ചീത്ത വശത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിലും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് മറിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഈ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ സൈഡിൽ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇലാസ്റ്റിക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഒരു അറ്റത്ത് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അകത്തേക്ക് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുത്തിയിട്ടുള്ള പിൻ എടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് വീതം ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡും ഇതുപോലെ പിടിച്ചിട്ട് അവിടെ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു 4-5 സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇലാസ്റ്റിക്കിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു സൈഡിലെ പീസ് ഒരു 1/4 ഇഞ്ച് ഉൾവശത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. ഏത് സൈഡായാലും കുഴപ്പമില്ല, ഒരു 1/4 ഇഞ്ച് ഫുള്ളായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ മടക്കാത്ത ഒരു സൈഡ് മടക്കണ്ട, ആ മടക്കാത്ത പീസ് ഈ മടക്കിയ പീസിൻ്റെ ഉൾവശത്തേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ഉൾവശത്തേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഒരു 2 സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കണം. സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലവറൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല, ഇതുപോലെ തന്നെ യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക്കിന് മുകളിലായിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് മടങ്ങിയൊന്നും പോവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം കേട്ടോ. താങ്ക് യു.